ഹായ് ഫ്രണ്ട്സ്, ഇവിടെ തന്നിരിക്കുന്നത് ഒരു ദശാംശ സംഖ്യയാണ് അല്ലേ? ഒരു ദശാംശ സംഖ്യയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ദശാംശ സംഖ്യ 0.222 എന്നുള്ളതാണ് ഇവിടുത്തെ ദശാംശ സംഖ്യ. ഇതിങ്ങനെ നീണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് തുല്യമായ ഭിന്നസംഖ്യ ഏതാണ്? അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റിന് ശേഷമുള്ള സംഖ്യ എന്ന് പറയുന്നത് ഒരേ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ, പോയിന്റിന് ശേഷമുള്ള സംഖ്യ, ആവർത്തിച്ചു വരുന്ന സംഖ്യ ഒരെണ്ണം തന്നെയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ 2 തന്നെയല്ലേ ആവർത്തിച്ചു വരുന്നത്, അപ്പൊ 2 തന്നെയാണ് ആവർത്തിച്ചു വരുന്നത്, ഒരേ സംഖ്യ തന്നെയാണ് ആവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്കിവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് ഏതാണ്? 9 ആണ്. ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് ഏതാണ്? 9 ആണ്. ഓക്കെ, ഛേദം 9 ആണ് വരുന്നത്. അംശം ന്യൂമറേറ്റർ ഏത് വരും? 2 എന്നുള്ളത്. അതായത് ഏത് സംഖ്യയാണോ ഇവിടെ തന്നിരിക്കുന്നത്, ആവർത്തിച്ചു വരുന്നതായിട്ടുള്ള ഏത് സംഖ്യയാണോ തന്നിരിക്കുന്നത്, അതാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 0.333 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഏതായിരിക്കും? എങ്ങനെയായിരിക്കും? ഏതാണ് ഛേദം? ഏത് വരും? 9 എന്നുള്ളത് വരും അല്ലേ? അപ്പോൾ ആവർത്തിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരേ സംഖ്യ തന്നെ ആവർത്തിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഛേദം 9 ആണ് വരുന്നത്. അതുപോലെ ന്യൂമറേറ്റർ ഏത് വരും? ഇവിടെ 3 എന്നുള്ള സംഖ്യയാണ് ആവർത്തിച്ച് വരുന്നത്, അതുകൊണ്ട് 3 വരും. ഓക്കെ ആണേ? അപ്പോൾ നോക്കിയേ, ഇതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴോ ഇത് 2 ഏതിന്റെ ടേബിളിലാണ് വരുന്നത്? 3ന്റെ ടേബിളിലാണ് വരുന്നത്. 3ന്റെ ടേബിളിൽ 9 എത്രാമതാണ് വരുന്നത്? 3 9 അല്ലേ? 3ന്റെ ടേബിളിൽ 3 എത്രാമത് വരും? 1. അപ്പോൾ 1/3 എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അടുത്ത നോക്കൂ, 0.555. ഇവിടെ ഏതായിരിക്കും വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ.